ശ്രീ ജയചന്ദ്രൻ, ഒരു സംശയം. ഇപ്പോൾ PM ശ്രീ ഫണ്ട് വേണ്ട എന്ന് വെച്ചാൽ ആ PM ശ്രീയുമായി ബന്ധപ്പെട്ട എതിർപ്പുകൾ നിലനിർത്തി മുന്നോട്ട് പോവുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ആ പറഞ്ഞ ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിനൊപ്പം, മോദി സർക്കാരിൻ്റെ ദേശീയ വിദ്യാഭ്യാസ നയത്തിനൊപ്പം നിൽക്കാതെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒരു പ്രധാനപ്പെട്ട വിമർശനം ഞാനൊന്ന് വായിക്കാം. PM ശ്രീയിൽ ഒപ്പിടുന്നതോടെ കേരളം ദേശീയ വിദ്യാഭ്യാസ നയം 2020 പൂർണ്ണമായും അംഗീകരിച്ചോ അല്ലെങ്കിൽ അംഗീകരിച്ചു എന്ന നിലയിലേക്ക് ഒരു പ്രചാരണം വരുമ്പോൾ വരുന്ന ഒരു വിശദീകരണം എന്താണ്? ഇത് സാങ്കേതികമായ ഒരു ആക്ഷേപം പറച്ചിൽ മാത്രമാണ്. 2022 ഒക്ടോബർ മുതൽ തന്നെ സമഗ്ര ശിക്ഷാ പദ്ധതിയെ NEP നടപ്പാക്കാനുള്ള ഉപാധിയായി കേന്ദ്രം പ്രഖ്യാപിച്ചിരുന്നു. NEP എന്ന് പറഞ്ഞാൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, അതായത് ദേശീയ വിദ്യാഭ്യാസ നയം. 2023 വരെ ആ ഫണ്ട് വാങ്ങുമ്പോഴും കേരളം നമ്മുടെ സംസ്ഥാന താല്പര്യങ്ങൾക്കും വിദ്യാഭ്യാസ മൂല്യങ്ങൾക്കും അനുസരിച്ചാണ് പദ്ധതികൾ നടപ്പാക്കിയത്. അതേ നയം മാത്രമേ ഇപ്പോഴും തുടരുന്നുള്ളൂ. രണ്ടാമതായി, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് PM ഉഷ പദ്ധതിയിൽ ഒപ്പിട്ടതും NEP നടപ്പാക്കാമെന്ന വ്യവസ്ഥയോടെയാണ്. എന്നിട്ടും കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള നമ്മുടെ സ്വന്തം കാഴ്ചപ്പാടാണ് ഇവിടെ നടപ്പാക്കുന്നത്. കേന്ദ്ര നയം 30% പോലും നടപ്പാക്കിയിട്ടില്ല. മൂന്നാമതായി, NEP 2020 പറയുന്ന പല കാര്യങ്ങളും, ഉദാഹരണത്തിന് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം, അധ്യാപക ശാക്തീകരണം, 100% എൻറോൾമെൻറ്റ്, ത്രിഭാഷാ പദ്ധതി, കേരളം പതിറ്റാണ്ടുകൾക്ക് മുമ്പേ നടപ്പാക്കിയതാണ്. ഇക്കാര്യത്തിൽ നാം NEP-യേക്കാൾ, അതായത് കേന്ദ്ര ദേശീയ വിദ്യാഭ്യാസ നയത്തേക്കാൾ ബഹുദൂരം മുന്നിലാണ്. അപ്പോൾ ഒരു തരത്തിലും ഈ പാഠ്യപദ്ധതിയും അല്ലെങ്കിൽ PM ശ്രീയിൽ ഒപ്പിടുന്നതോടെ അതിന് പൂർണ്ണമായി അംഗീകരിച്ചു എന്ന നിലയിൽ പറയാൻ കഴിയില്ല. പല കാര്യങ്ങളും നമ്മൾ അതിലും ഏറെ മുന്നിലാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, പാഠ്യപദ്ധതിയുടെ വർഗീയവൽക്കരണത്തിന് വാതിൽ തുറന്നു കൊടുത്തു എന്ന ആക്ഷേപം പറഞ്ഞാൽ പൂർണ്ണമായും അത് നിരാകരിക്കാൻ കഴിയും. യാഥാർത്ഥ്യം മറ്റൊന്നാണ്. കേരളത്തിൻ്റെ പാഠ്യപദ്ധതി തീരുമാനിക്കുന്നത് കേരള സർക്കാരാണ്. ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പേജ് 17 സെക്ഷൻ 4 32 പാഠ്യപദ്ധതി സംബന്ധിച്ച് അന്തിമ തീരുമാനം സംസ്ഥാന സർക്കാരുകൾക്കാണെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ കുട്ടികൾ പൊതുവിദ്യാഭ്യാസത്തിൽ എന്ത് പഠിക്കണം എന്ന് തീരുമാനിക്കുന്നത് കേരളമാണ്. NEP വന്നതിന് ശേഷം ശ്രദ്ധിക്കേണ്ടതാണ്, NEP വന്നതിന് ശേഷം, ദേശീയ വിദ്യാഭ്യാസ നയം വന്നതിന് ശേഷം 1 മുതൽ 10 വരെ ക്ലാസ്സുകളിലെ പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും പരിഷ്കരിച്ച ഏക സംസ്ഥാനം കേരളമാണ്. മതനിരപേക്ഷത, ശാസ്ത്രചിന്ത, ഭരണഘടനാ മൂല്യങ്ങൾ എന്നിവയിൽ ഊന്നിയ പാഠ്യപദ്ധതിയാണ് ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത്, പരിഷ്കാരത്തിലൂടെ നടപ്പാക്കിയിട്ടുള്ളത്. NCERT വെട്ടിമാറ്റിയ ഗാന്ധിവധവും മുഗൾ ചരിത്രവും അടക്കമുള്ള പാഠഭാഗങ്ങൾ അഡീഷണൽ പാഠപുസ്തകങ്ങളാക്കി കുട്ടികളെ പഠിപ്പിക്കുകയും അതിൽ പരീക്ഷ നടത്തുകയും ചെയ്ത സംസ്ഥാനമാണ് കേരളം. ഇതേ പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും തന്നെയായിരിക്കും കേരളത്തിലെ എല്ലാ പൊതുവിദ്യാലയങ്ങളിലും തുടർന്നും പഠിപ്പിക്കാൻ പോകുന്നത്. അതിൽ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. PM ശ്രീ ഫണ്ട് വാങ്ങിച്ചാലും ഇക്കാര്യങ്ങളിൽ കേരളം തുടർന്നു വരുന്നത് ഒരു തരത്തിലും മാറാൻ പോകുന്നില്ല എന്ന് അടിവരയിട്ട് ഉറപ്പ് പറഞ്ഞ് ആ വകുപ്പ് കൈയാളുന്ന മന്ത്രി ആ സർക്കാരിന് വേണ്ടി പറഞ്ഞാൽ പ്രധാനപ്പെട്ടതല്ലേ? ഇത് ബിനോയ് വിശ്വം മുഖവിലേക്കെടുക്കുന്നുണ്ട്. അപ്പോൾ ബിനോയ് വിശ്വത്തിൻ്റെ അല്ലെങ്കിൽ CPIയുടെ വളരെ രാഷ്ട്രീയമായൊരു വിമർശനം LDF ചർച്ച ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഇതിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉദ്ദേശശുദ്ധിയെ ഏതെങ്കിലും തരത്തിൽ ചോദ്യം ചെയ്യാൻ മുന്നണി യോഗത്തിലോ രാഷ്ട്രീയത്തിലോ ആ പാർട്ടിക്ക് കഴിയുമോ? ഒന്ന് ചുരുക്കി ശ്രീ ജയചന്ദ്രൻ. കാരണം ഇത്തരം ഉള്ളടക്കങ്ങൾ കൂടി നമ്മുടെയൊക്കെ അഭിപ്രായ പ്രകടനങ്ങളിലോ നിലപാട് വിശദീകരണത്തിലോ വരേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ആ വിമർശനങ്ങളും അതിൻ്റെ വസ്തുതകളും ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. ഒന്ന് ദയവായി ഞാൻ ഈ പറഞ്ഞ മുന്നണി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് പ്ലീസ്. 2 മിനിറ്റ് മതി, 2 മിനിറ്റ്. കാരണം ഈ NEP 2020 എന്ന് പറയുന്നത് 2020 ജൂലൈ 29 ചേർന്ന കേന്ദ്ര ക്യാബിനറ്റ് യോഗമാണ്, യൂണിയൻ ക്യാബിനറ്റ് ആണ് അംഗീകരിച്ചത്. പാർലമെന്റിൽ പോയില്ല ആ വിഷയം. പക്ഷെ മറ്റൊരു കാര്യമുണ്ട്, അത് പോകാതിരുന്ന എന്തുകൊണ്ടാണ്? അതൊരു പോളിസി ഫ്രെയിംവർക്ക് മാത്രമാണ് ശരത്തെ. ഈ NEP 2020 എന്ന് പറഞ്ഞാൽ ഒരു പോളിസി ഫ്രെയിംവർക്കാണ്. അതിനു മുൻപ് 1986 അതിനു മുൻപ് അന്ന് NEP 1986 അവതരിപ്പിച്ചിരുന്നു ഇന്ദിരാ സർക്കാർ. അന്നെന്താ സംഭവിച്ചത്? അന്നും ഇതുപോലെ തന്നെ ക്യാബിനറ്റ് ആണ് തീരുമാനിച്ചത്. അന്നും പോളിസി ഫ്രെയിംവർക്ക് ആയിരുന്നു, പാർലമെന്റ് ചർച്ച ചെയ്തില്ല. പക്ഷെ അത് ഈ വിദ്യാഭ്യാസത്തിനെ കൺകറൻസിലാക്കിയ ആരാണ്? ഭരണഘടനയിൽ നമ്മൾ അതിലേക്ക് വരാം. ഞാൻ ചോദിച്ചത്, ഇതിനകത്തൊരു രാഷ്ട്രീയ വിവാദം കൂടി അടങ്ങിയിട്ടുണ്ടല്ലോ ഭരിക്കുന്ന മുന്നണിയുമായി ബന്ധപ്പെട്ട്. ഈ കാര്യങ്ങൾ ഞാനത് വീണ്ടും താങ്കളോട് ചോദിക്കേണ്ടി വരുന്നുണ്ട്. ഈ കാര്യങ്ങളിൽ ചെയ്ത കാര്യങ്ങൾ, ഉറപ്പുകൾ ഒരാശങ്കയും വേണ്ടാത്ത വിധം ദേശീയ വിദ്യാഭ്യാസ നയത്തെ പടിക്ക് പുറത്തു നിർത്തും, അതിൻ്റെ വർഗീയ അജണ്ടകളെ കേരളത്തിലേക്ക് എടുക്കില്ല, ചെയ്ത കാര്യങ്ങൾ അത് അഭംഗുരം തുടരും എന്ന് പറയുന്ന ഇടത്ത് മുന്നണിക്കകത്തൊരു രാഷ്ട്രീയ പ്രശ്നമായി പോകുമ്പോൾ കേവലം ചർച്ച ചെയ്തില്ല, തങ്ങളെ പരിഗണിച്ചില്ലെന്നോ അല്ലെങ്കിൽ കേട്ടില്ലെന്നോ അല്ലെങ്കിൽ അതിന് ഈ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചില്ലെന്നോ പറയുന്നതിനപ്പുറത്തേക്ക് മാധ്യമങ്ങൾ ഇന്ന് കൊണ്ടുവന്ന ഈ വിവാദം എത്രമാത്രം മുന്നോട്ട് പോകും? അതിന് സ്കോപ്പ് ഉണ്ടോ?
അത് വിവാദങ്ങളുടെ കെണിയിൽ വീഴേണ്ട ആൾക്കാരല്ലല്ലോ പിന്നെ ഇടതുമുന്നണിയിലെ ഘടകകക്ഷിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ എന്ന് പറയുന്നത്. ഓക്കെ സ്വാഭാവികമായും അദ്ദേഹം അങ്ങനെ വീണു പോയതിലാണ് എനിക്കുള്ള ഖേദം. ഞാൻ അത്ര പറയുന്നു. അദ്ദേഹത്തെ കൂടുതൽ വിമർശിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ് ആ വഴിക്ക് വരാത്തത്.